ഹലോ കുട്ടികളെ, പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിലെ ഓണം എക്സിന് ചോദിക്കാൻ പറ്റിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ അതർ ആംഗിൾസ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലെ ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുകയാണ്. അതിൽ ഒരു ആംഗിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, 40 ഡിഗ്രി. ഇവിടെ എന്താ പ്രത്യേകത? ഈ മുകളിലും താഴെയും കാണുന്ന ലൈൻസ് എന്താ? പാരലൽ ലൈൻസ് അല്ലേ? പാരലൽ ലൈൻസ് ആകുമ്പോൾ ഇവിടെ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ആ 40 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഇവിടെ ഉണ്ടല്ലോ, അതും എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രിയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ലീനിയർ പെയറിൻ്റെ സം എത്രയാണ്? 180 അല്ലേ? അപ്പോൾ ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 40 അല്ലേ? 180 മൈനസ് 40 എത്രയാണ്? 140. ഇവിടെ 140 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയായിരിക്കും? 140. ഇവിടെ 40 ആണെങ്കിൽ എത്രയാണ്? 40. ഈക്വൽ അല്ലേ? എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? അടുത്ത് ഇവിടെയും 40 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെ 40 ആണെങ്കിൽ 180 മൈനസ് 40 എത്രയാണ്? 140. ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ 140. എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു 90% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ സി ഡി ഇ. അപ്പോൾ ഇവിടെ താഴെ നോക്കൂ, ഒരു ട്രയാങ്കിൾ ഉണ്ട് എ ബി സി. ഇവിടെ ഈ ഭാഗത്തെ ആംഗിൾ എ സി ഇ നമുക്കറിയാമല്ലോ, ട്രയാങ്കിളിനകത്തെ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180 ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഈ 35ഉം 45ഉം കൂടി ആഡ് ചെയ്യുക. 35ഉം 45ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 80 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? 80. അതിനെ നമ്മൾ 180 നിന്ന് മൈനസ് ചെയ്താൽ ആംഗിൾ എ സി ഇ കിട്ടുന്നതായിരിക്കും. ആംഗിൾ എ സി ഇ ഈക്വൽസ് 180 മൈനസ് 80. ദാറ്റ്സ് എത്രയാണ്? ദാറ്റ് ഈസ് 100 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര എന്ന് കിട്ടി? 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ടോപ്പും ബോട്ടവും ലൈൻസ് എല്ലാം രണ്ടും പാരലലാണ്. അതായത് ഇ ഡി എ ബിക്ക് പാരലലാണ്. രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ മുറിക്കുമ്പോൾ അവിടെ രണ്ട് കോണുകൾ രൂപപ്പെടുമല്ലോ. അതെന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പോൾ ഇവിടെ 45 ആണെങ്കിൽ ഇവിടെയും 45 ആയിരിക്കും. അതുപോലെ ഇവിടെ 35 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 35 ആണ്. അതുപോലെ വെർട്ടിക്കലി ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്താണ്? ഈക്വൽ അല്ലേ? ഓക്കെ. ഡ്രോ ദ പാരലലോഗ്രാം ബിലോ വിത്ത് ദി ഗിവൺ മെഷേഴ്സ്. താഴെ തന്നിരിക്കുന്ന സാമാന്തരികം വരയ്ക്കാനാണ്. അപ്പോൾ സാമാന്തരികം വരയ്ക്കാൻ ഇവിടെ ഓരോ ആംഗിൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, 60 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ഒരു ആംഗിളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിഗർ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാലോ, ഒരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെൻ്ററി ആണ്. അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സം 180 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ 180 നിന്ന് 60 മൈനസ് ചെയ്യുക. എത്ര കിട്ടുന്നത്? 120. അപ്പോൾ ഈ അളവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പാരലലോഗ്രാം വരയ്ക്കാം. നമുക്കിവിടെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്കെയിലെടുത്ത് 5 സെൻറ്റിമീറ്ററുടെ അളപ്പെടുത്തുക. ദെൻ ഈ പോയിന്റിൽ നമുക്കിവിടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. ആംഗിൾ എ 60 ഡിഗ്രിയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ചുകൊണ്ട് നമ്മൾ എത്ര ഡിഗ്രി എടുക്കുക? 60 ഡിഗ്രി എടുക്കുക. 60 ഡിഗ്രി എടുത്തതിന് ശേഷം ആ പോയിന്റിലേക്ക് നമ്മൾ ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ എ എന്ന് പറഞ്ഞ 60 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ എ ഡിയുടെ മെഷർമെൻറ്റ് 3 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തതിന് ശേഷം എ എന്ന് പറയുന്ന പോയിന്റിൽ കുത്തിക്കൊണ്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ ആണ് കിട്ടിക്കഴിഞ്ഞത്. ഇനി ബിയിൽ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ചതിന് ശേഷം 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. 120 ഡിഗ്രി മാർക്ക് ചെയ്തു. അവിടേക്കും ഇതുപോലെ എന്ത് ചെയ്യാം? ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. ദെൻ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 3 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ വീണ്ടും 3 സെൻറ്റിമീറ്റർ പ്രൊട്രാക്ടർ എടുത്ത് മാർക്ക് ചെയ്യുക. ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചതിന് ശേഷം 3 സെൻറ്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക. ദെൻ അത് യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ നമുക്ക് പാരലലോഗ്രാം വരയ്ക്കാൻ പറ്റും. Fourth question, in the figure AB is parallel to CD. If angle ABD equals 40 degree, find angle CDB. അപ്പോൾ AB എന്ന് പറഞ്ഞ ലൈൻ സി ഡിക്ക് പാരലലാണ്. ഇവിടെ ആംഗിൾ എ ബി ഡി 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിനെ, എ ബിയും സി ഡി എന്ന് പറഞ്ഞ രണ്ട് പാരലൽ ലൈൻസിനെ ബി ഡി എന്ന് പറഞ്ഞൊരു ലൈൻ ഖണ്ഡിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. ദെയർഫോർ ആംഗിൾ സി ഡി ബി ഈക്വൽസ് എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും.